നമസ്കാരം. ഫോട്ടോഷോപ്പ് ക്ലാസ് ഭാഗം 3ലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പാഠഭാഗങ്ങളിലായിട്ട് നമ്മൾ കോപ്പി ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ, ലെയർ എന്താണ്, സെലക്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് കുറച്ച് ടൂളുകൾ പരിചയപ്പെടാം. ടൂളുകളിൽ നമ്മൾ സെലക്ഷൻ പഠിച്ചു. നമ്മൾ സെലക്ഷന് റെക്റ്റാങ്കുലർ ടൂൾ ഉപയോഗിച്ചു. റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ അല്ലെങ്കിൽ എലിപ്റ്റിക്, അതായത് റൗണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് കാണുന്നത് 2-3 ചെറിയ ടൂളുകളുണ്ട്. നമ്മളതിൽ റെക്റ്റാങ്കുലർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ച് സബ്ബായിട്ടുള്ള സെക്ഷൻസാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ റെക്റ്റാങ്കുലർ ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മുകളിലായിട്ട് ഇതിനോടൊപ്പം 4 സബ്സെക്ഷൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി പോലെ അത് ശ്രദ്ധിക്കുക. എന്താണ് അതിൻ്റെ ഉപയോഗമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൽ ആദ്യത്തെ ആണ് ഓണാക്കിയിടുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ എലിപ്റ്റിക്കലോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ആദ്യത്തെ സെലക്ട് ചെയ്തു. നോക്കുക, ഇവിടെ നമ്മൾ ആദ്യത്തെയാണ് സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ ആദ്യത്തെ ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് രീതിയിൽ നമുക്ക് സെലക്ഷൻ വന്നു. ഇനി നമ്മൾ ഒന്നും കൂടി ഈ ടൂളിനെ ഉപയോഗിച്ചിട്ട് അടുത്ത ഭാഗം കൂടി സെലക്ട് ചെയ്യാമെന്നിരിക്കുക. നോക്കുക, ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സെലക്ഷൻ ക്ലിയറായി പോവുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമ്മൾ ഈ സെലക്ഷനായ ഭാഗം മാത്രമേ ഡിലീറ്റ് ആയി പോകുള്ളൂ എന്ന് നമുക്കറിയാം. ഇനി കളർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ സെലക്ഷനായ ഭാഗത്ത് മാത്രമേ കളർ ഫില്ലാവുള്ളൂ. അപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്, നോക്കാം, ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് ടു സെലക്ഷൻ, അതായത് സെലക്ഷനോടൊപ്പം ആഡ് ചെയ്യുന്നു. എന്താണ് വ്യത്യാസം നോക്കാം. ഞാൻ ഒരു സെലക്ഷൻ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു. നോക്കാം, ആദ്യത്തെ സെലക്ഷനോടൊപ്പം രണ്ടാമത്തെ സെലക്ഷനും കൂടി മെർജ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഏരിയ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ സാധിക്കും. ഇങ്ങനെ സെലക്ഷൻ ഒന്നിനൊപ്പം മറ്റൊന്ന് കൂട്ടിച്ചേർക്കാൻ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിനിടയിൽ ഒരു കാര്യം കൂടി ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വർക്ക് ചെയ്തതിൻ്റെ പുറകിലെ ഭാഗത്തേക്ക്, അതായത് ഹിസ്റ്ററി നമുക്ക് കിട്ടും. നമ്മൾ ചെയ്ത വർക്ക് ഓരോ സെക്ഷനായിട്ട് നമുക്ക് തിരികെ എടുക്കാം. അത് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് 10-20 വർക്കിൻ്റെ, അതായത് തൊട്ട് മുമ്പ് ചെയ്ത ഓരോ സെക്ഷനായിട്ട് അതിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ആ വർക്കിലേക്ക് തിരികെ പോകാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്തു, പെട്ടെന്ന് നമ്മൾ Ctrl+Z അടിച്ച് അൺഡു കൊടുക്കുന്ന പോലെ നമുക്ക് തൊട്ട് പുറകിലേക്ക് പോകാൻ ഫോട്ടോഷോപ്പിലാകുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വിൻഡോ എന്ന മെനുവിൽ ഹിസ്റ്ററി സെലക്ട് ചെയ്യുക. ഈ ഹിസ്റ്ററി സെലക്ട് ചെയ്താൽ ഇതുപോലെ നമ്മൾ ചെയ്ത ഓരോ വർക്കിൻ്റെയും ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് ആ വർക്കിൽ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയാൽ ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങൾക്ക് പുറകിലേക്ക് പോകാൻ സാധിക്കും. ഇനി നമുക്ക് വീണ്ടും സെലക്ഷൻ ടൂളിലേക്ക് വരാം. നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നു, ഒരു ഭാഗം സെലക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് മനസ്സിലായി, ആദ്യത്തേൽ ഈ സെലക്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത സെലക്ഷൻ വരുമ്പോൾ ആദ്യത്തെ സെലക്ഷൻ ക്ലിയറായി പോകുന്നു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സെലക്ഷനൊപ്പം രണ്ടാമത്തെ ഭാഗം കൂടി കൂട്ടിച്ചേരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തത് സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ. എന്താണ് വ്യത്യാസം നോക്കാം. ഞാൻ ഒരു ഭാഗം ആദ്യം സെലക്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇനി രണ്ടാമത് ഒരു സെലക്ഷനും കൂടി ഞാൻ ചെയ്യുന്നു. നോക്കുക, രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് നിന്നും ആ ഒരു ഭാഗം മാത്രം സെലക്ഷൻ മാറും. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്താൽ എന്തായാലും സംഭവിക്കുക, ഇത്രയും മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. പ്രത്യേകം ഓർക്കുക, ഈ ഓപ്ഷനുകളെല്ലാം തന്നെ ലാസോ ടൂളിലും ലഭ്യമാണ്. നമുക്ക് ലാസോ ടൂളിലും ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ചിട്ട് വർക്ക് കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇതിൽ സബ്സ്ട്രാക്ട് എന്നാണ് സെലക്ട് ചെയ്തിട്ടേക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സെലക്ഷൻ വരുമ്പോൾ നോക്കുക, ആ രണ്ട്
സെലക്ഷനും കൂടി കൂടിച്ചേരുന്നതിൻ്റെ ഭാഗത്തു നിന്നും കട്ടായി പോകുന്നു. മനസ്സിലായല്ലോ? ഇത്രയും ഭാഗം മാത്രമാണ് നമുക്ക് സെലക്ഷൻ കിട്ടുക. ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ സെലക്ഷൻ ക്ലിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലെ 4ാമത്തെ സെലക്ഷൻ എന്താണ് വ്യത്യാസം എന്നറിയാം. ഞാൻ ഇത്രയും സെലക്ട് ചെയ്തു. വീണ്ടും ഒന്നുകൂടി സെലക്ട് ചെയ്യുകയാണ്. നോക്കാം, ഇതിൽ രണ്ടും കൂടി കൂടിച്ചേരുന്ന ഭാഗത്ത് സെലക്ഷൻ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കണ്ടോ? നമ്മൾ 2 സെലക്ഷൻ മെർജ് ചെയ്യുമ്പോൾ ഈ 2 സെലക്ഷനും കൂടി മെർജ് ചെയ്യുന്ന ഭാഗത്തെ സെലക്ഷൻ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുന്നതിനായിട്ട് സെലക്ട് ആവുകയുള്ളൂ. ഇതാണ് ഈ സെലക്ഷനിലെ വ്യത്യാസം. അടുത്ത് നമുക്ക് ലാസോ ടൂൾ. ലാസോ ടൂൾ നമ്മൾ പോളിഗണൽ ലാസോ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോളിഗണൽ ലാസോ ആകുമ്പോൾ നമ്മൾ ഓരോ തവണയും ക്ലിക്ക് ചെയ്താണ് നമ്മുടെ സെലക്ഷൻ നമ്മൾ പൂർത്തീകരിച്ചിരുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ തവണയും നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ സെലക്ഷൻ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. ആ സമയത്ത് ഒരു റൗണ്ട് സിമ്പിൾ കാണാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ വർക്കിന് ആവശ്യമായ സെലക്ഷൻ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ലാസോ ടൂളിലെ മെയിൻ ഓപ്ഷൻ ലാസോ ടൂൾ എന്ന് തന്നെ പേരുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. എന്താ വ്യത്യാസം നോക്കാം. ഇത് നമ്മൾ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ലാസോ ടൂൾ ഉപയോഗിച്ചിരുന്നപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയാണ് പോയിരുന്നത്. പക്ഷേ ഈ ടൂൾ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് മൂവ് ചെയ്യിക്കണം. നോക്കുക, നമ്മുടെ മൗസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതായത് ആദ്യത്തെ ക്ലിക്കിന് ശേഷം മൗസ് പിന്നെ വിടാൻ പാടില്ല. മൗസ് വിട്ട് കഴിഞ്ഞാൽ സെലക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല വരുന്നത്. തുടങ്ങിയെടുത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും, സെലക്ഷൻ വരും. അതാണ് ഇങ്ങനെ ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ഫ്രീ ഹാൻഡ് ടൈപ്പ് സെലക്ഷൻ ആണെന്ന് പറയാം. അതായത് നോക്കുക, വെറുതെ ഒരു ഭാഗം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം സെലക്ഷൻ നമുക്ക് വർക്കിനായിട്ട് കിട്ടും. നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യുകയോ കളർ ഫില്ല് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അതാണ് നമ്മൾ ശരിക്കുള്ള ലാസോ ടൂൾ എന്നത്. പക്ഷേ പോളിഗണൽ ലാസോ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് നമുക്ക് പോളിഗണൽ ലാസോ നമ്മൾ പറഞ്ഞേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിഗണൽ ലാസോ ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്ത് മാഗ്നറ്റിക് ലാസോ ടൂളാണ്. എന്താണ് വ്യത്യാസം നോക്കാം. ഇത് നമുക്ക് സെലക്ട് ചെയ്യുക. നമ്മൾ പയ്യെ മൗസ് ഓടിക്കുക മാത്രം ചെയ്യും. ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൗസ് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് കൂടി പയ്യെ ഓടിക്കുക. അതൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കളർ മാച്ചിങ് ആയിട്ടുള്ള ഏരിയയിൽ സെലക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. നോക്കുക, കണ്ടോ, കളർ മാച്ചിങ് ആയിട്ടുള്ളത് നോക്കുക. അതിൽ 2 ഗ്രീനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കളർ മാച്ചിങ് ഏരിയയിലേക്ക് അത് സെലക്ഷനെ കൊണ്ടുപോയിക്കോളും. നമ്മൾ മൗസ് മൂവ് ചെയ്യിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം സെലക്ഷൻ തുടങ്ങിയെടുത്തോണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിനാവശ്യമായ സെലക്ഷൻ കിട്ടി. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ കളർ ഫില്ല് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഇത്രയും ഇതാണ് നമ്മൾ ലാസോ ടൂളിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ ഓപ്ഷൻ ടൂളിൽ മാജിക് വാൻഡ്. ഇതെന്താണ് മാജിക് വാൻഡിലുള്ളത് നോക്കാം. മാജിക് വാൻഡിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ക്വിക്ക് സെലക്ഷൻ ടൂൾ, രണ്ടാമത്തെ മാജിക് വാൻഡ് ടൂൾ. ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് നമ്മളൊന്ന് വെറുതെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ കളർ മാച്ചിങ് ആയിട്ടുള്ള ഏരിയയൊക്കെ സെലക്ട് ചെയ്ത് വരും. നോക്കാം, നമ്മൾ ഒന്നുകൊണ്ട് കാണിച്ചു തരാം. ഞാൻ ആ ടൂൾ ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക. നോക്കാം, ഞാൻ മൗസ് കൊണ്ടിരുന്നുള്ളൂ, വെറുതെ ഇവിടെ വരെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് സെലക്ഷൻ ആയിക്കഴിഞ്ഞു. ഈ സെലക്ഷനും ഇവിടെ സബ് ഓപ്ഷൻസ് ഉണ്ട്. നോക്കാം, മൈനസ് ചെയ്യാം സെലക്ഷൻ, അതായത് ആവശ്യമില്ലാത്ത ഭാഗത്തു നിന്നുള്ള സെലക്ഷൻ നമുക്ക് ക്ലിയർ ചെയ്യാം.
ഇത് സാധാരണ സെലക്ഷൻ. ഇത് കൂട്ടിച്ചേർക്കാനുള്ളത് സെലക്ഷൻ. വീണ്ടും നമുക്ക് കൂട്ടിച്ചേർക്കാൻ. ഇനി നമുക്ക് സെലക്ഷൻ ടൂളുകളിൽ ഉള്ളത് മാജിക് വാൻ ടൂളാണ്. മാജിക് വാൻ ടൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഉപയോഗപ്രദമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പോൾ എൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരൊറ്റ കളറാണ്, ഇവിടെ സിംഗിൾ കളറാണ്. ഇങ്ങനെ സിംഗിൾ കളറുകൾ കിട്ടുന്നിടത്ത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് മാജിക് വാൻ ടൂള് വളരെ എളുപ്പമാണ്. എന്താണ് വ്യത്യാസം നോക്കുക? അത് നമ്മൾ സെലക്ഷൻ ഏത് ലെയറാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം വെറുതെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഒരു കളറിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഒറ്റ ക്ലിക്കിന് തന്നെ ആ ഏരിയയിൽ മാച്ചിങ് ആയിട്ടുള്ള കളറുകളെല്ലാം സെലക്ട് ചെയ്തിരുന്നു. നമുക്ക് ഡിലീറ്റിങ്. നിങ്ങൾ സാധാരണ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് പകരം അത്രയും ഏരിയയിലെ കളറ് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കിട്ടി. അത് ഡിലീറ്റ് ചെയ്യാനും പറ്റി. ഇനി നമുക്ക് ഈ സെലക്ഷൻ, അതായത് കളറ് ഇപ്പം മാജിക് വാൻ ടൂളിൽ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഏരിയ സെലക്ട് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ഉപയോഗം നമുക്ക് പല രീതിയിൽ മാറ്റാം. അതായത് ഇത്രയും കളർ മാച്ചിങ് കളർ എന്തൂരം വന്ന് സെലക്ട് ആവണം എന്നാണ് മാറ്റാൻ നോക്കുന്നത്. നമ്മളിവിടെ 50 എന്നാണ് കിടക്കുന്നത്. മാജിക് വാൻ എടുക്കുമ്പോൾ ടോളറൻസ് എന്ന് 50 കിടക്കുന്നത്. നമുക്കത് 10 ആക്കി കൊടുക്കാം. അതായത് സാമ്യമുള്ള കളറുകൾ ഏരിയ മുഴുവനും സെലക്ട് ആവുന്നതാണ് നമ്മൾ കൂടുതൽ അളവ് കൊടുക്കും തോറും. കുറവ് കൊടുക്കും തോറും കറക്റ്റായിട്ടുള്ള മാച്ചിങ് ഏരിയ മാത്രമേ സെലക്ട് ആവുള്ളൂ. നോക്കുക, ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് സെലക്ട് ആവില്ല. വളരെ കുറച്ച് ഏരിയ മാത്രമേ സെലക്ട് ആയി കിട്ടുള്ളൂ. കണ്ടോ, നമുക്ക് സെലക്ഷൻ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 10 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് 100 ആക്കി കൊടുത്ത് നോക്കാം. അതിനുശേഷം എൻ്റർ അടിക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കൂ. കാരണം ഇവിടെ ഗ്രീൻ ആണെങ്കിലും ചെറുതായിട്ട് യെല്ലോ കളർ ഉണ്ട്. യെല്ലോ കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള അടുത്ത ഏരിയ കൂടി സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോളറൻസ് നമ്മൾ അത്യാവശ്യം കുറച്ച് 10-15 ആക്കിയിട്ടിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കളർ മാച്ചിങ് കറക്റ്റായിട്ട് കിട്ടും. ആ ഏരിയയിൽ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കാം, ഞാൻ 15 വെച്ചിട്ടാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണത്. നമ്മൾ ലാസോ ടൂളൊക്കെ ഉപയോഗിച്ചതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് കളർ ഡിലീറ്റ് ആയിപ്പോയി എന്ന് മനസ്സിലാക്കാം. വളരെ നിസ്സാരം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ക്ലാസ് 3ൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് കൂടാതെ നമ്മൾ ഈ വർക്കുകൾ സേവ് ചെയ്യുന്നത് PSD ഫോർമാറ്റിലാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത് ഫോട്ടോഷോപ്പിൽ മാത്രമേ ഓപ്പൺ ആയിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണുകയുള്ളൂ. പലരും ചോദിക്കും ഇതെങ്ങനെയാണ് പിക്ചറായിട്ട് സേവ് ആവുന്നതെന്ന്. അതായത് നോർമൽ ഒരു പിക്ചറായിട്ട് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതിന് ഫയലിൽ നമുക്ക് സേവ് ആസ് ഉണ്ട്, അല്ലെങ്കിൽ സേവ് ഫോർ വെബ് ഉണ്ട്. നമുക്ക് സേവ് ആസ് വേണമെങ്കിൽ കൊടുക്കാം. സേവ് ആസ് കൊടുത്തിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ഫോൾഡറിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് ഫോട്ടോഷോപ്പ് PSD എന്നതാണ്. നമ്മൾ ഈ സേവ് ആസ് ടൈപ്പ് മാറ്റി കൊടുക്കുക. ഇത് നമ്മൾ JPG ആയി കൊടുക്കുക. JPGയിലാണ് നമ്മൾ കൂടുതലും പിക്ചറുകൾ സേവ് ചെയ്യുന്നത്, പിന്നെ PNG. അപ്പോൾ നമുക്ക് ഈ ഏതൊരു ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ജസ്റ്റ് JPG എന്നാക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിക്ചർ ഫോർമാറ്റിൽ സേവ് ആവും. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് സേവ് ഫോർ വെബും ഉണ്ട്. സേവ് ഫോർ വെബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സേവ് ആവുന്ന ഇമേജിൻ്റെ സൈസ് ഇവിടെ കാണിച്ചിരുന്നു. നമുക്ക് നോക്കുക, ഇവിടെ നമുക്ക് JPG, PNG അങ്ങനെ ഫോർമാറ്റുകളുണ്ട്. നമ്മൾ JPG തന്നെ സെലക്ട് ചെയ്യുന്നു. ക്വാളിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ആ പിക്ചറിൻ്റെ ക്വാളിറ്റി എത്ര വേണം എന്ന് നോക്കാം. പിക്ചറിൻ്റെ ക്വാളിറ്റി കുറയും തോറും സൈസ് കുറയും. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം തന്നെ നോക്കാം കളറിൽ. ഉണ്ട്, വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് വിഡ്ത്തൊക്കെ ഇവിടെ മാറ്റാം. അതായത് സേവ് ആവുന്നത് പിക്ചർ ചെറുതാക്കണോ എന്നാണ് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതോ വലുതോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് പറഞ്ഞു തന്നുള്ളൂ, ചിലർ ചോദിക്കുന്നതുകൊണ്ട്. അതിനുശേഷം നമ്മൾ JPG ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സേവ് കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ കൊടുക്കുക. ഇവിടെ ഫോർമാറ്റ് എന്നതിൽ ഇമേജസ് ഓൺലി എന്നായിരിക്കണം.
എന്നാലേ പിക്ചർ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിലെ ഫയൽ ഓപ്പൺ ആക്കാൻ സാധിക്കും. നോക്കാം, നമുക്ക് പിക്ചർ വ്യൂവറിൽ ആ പിക്ചർ ഓപ്പൺ ആവാൻ സാധിക്കും.